നമുക്ക് ഇച്ചിരി ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കിയാലോ. അരി ഉഴുന്നും രാവിലെ വെള്ളത്തിൽ ഇടുക, വൈകുന്നേരത്ത് ചോറോട് ചേർത്ത് അരച്ച് നമ്മൾ രാത്രി അതൊന്ന് അടച്ച് വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് പുളിച്ചിരിക്കുമല്ലോ. നമുക്കതിനകത്തോട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലിത്തട്ടിനകത്ത് നമുക്ക് എണ്ണ തൂത്ത് ഒന്ന് ആവി കയറാൻ വെക്കാം. ആവി വന്നു കഴിഞ്ഞിട്ട് കോരി ഒഴിച്ചാൽ ഒട്ടും അത് തൊടാതെ നമുക്ക് അതേ മാവ് പറ്റാൻ നമുക്ക് കിട്ടും. കണ്ട് ഇതുപോലെ ഒരു ശകലം മാവ് അതേ പറ്റാൻ നമുക്ക് എടുക്കാം. നമുക്ക് സാമ്പാറിന് കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് എല്ലാം കൂടെ കുക്കറിനകത്തോട്ടിട്ടിട്ട് കുറച്ച് തുവരപ്പരിപ്പ് കൂടെ അതിനകത്തോട്ടിട്ടിട്ട് നല്ലതായിട്ട് നമുക്ക് നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തുവരപ്പരിപ്പ് ഇടുന്ന ടേസ്റ്റുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ഉലുവാപ്പൊടി അതിന് ശേഷം നമ്മളിടുന്നത് ഒരു നുള്ളു ജീരകമാണ്. ഓപ്ഷനല്ല, ജീരകം ഇടുന്നവർക്കിടാം, അല്ലെങ്കിൽ വേണ്ട. കായപ്പൊടിയാണ് ഞാനിടുന്നത്. കട്ടിക്കായമാണെങ്കിൽ ഒരു ശകലം ഇട്ടാൽ മതി കേട്ടോ. കായപ്പൊടി ആയതുകൊണ്ട് ഇത്ര ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കും. ഞാൻ തിളച്ച് തൂവിൻ്റെ പുറത്തൂടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വിസിലടിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മൂപ്പിച്ചിട്ട്, മുളക് പൊടി കുറച്ചും മല്ലിപ്പൊടി ശകലവും കൂടെ ചേർത്താൽ രണ്ടും കൂടെ ഒന്ന് ചൂടാക്കി ഇതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് പൊട്ടിച്ച് കടുക് താളിക്കാനായിട്ട് എല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വെട്ടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഉപ്പുണ്ടോ നോക്കണം. തക്കാളിക്ക് പുളിയില്ലാത്തതാണെങ്കിൽ നമുക്ക് പിഴുപുളി ചേർക്കാം. ഇതിന് പുളിയുള്ളതായിരുന്നു. റെഡി ആയിട്ടുണ്ട് സാമ്പാർ. ഇനി സാമ്പാർ കൊണ്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നാളെ കാണും വരെ ബൈ ബൈ.